ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. നിങ്ങളെല്ലാവരും ഈ ഒരു ഇനാഗ്രേഷനൊക്കെ കണ്ടല്ലോ. ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ആരാ? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ താരമായിട്ടുള്ള തുമ്പിയും പിന്നെ വേറെ ഏതോ ഒരു ചേച്ചിയും കൂടെയാണ് എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്തായാലും അത് അറിയുന്നതിന് മുന്നേ ഇവരുടെ ഇനാഗ്രേഷനിലെ കുറച്ച് വീഡിയോസൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇവരൊക്കെ എങ്ങനെ സെലിബ്രിറ്റീസായി, അതുപോലെ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ഇതുപോലുള്ള ഇനാഗ്രേഷനൊക്കെ ചെയ്യാൻ വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. സാങ്കേതിക വിശ്വാസത്തിന്റെയും പിന്നെ ഇവിടെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ എത്തിയ എല്ലാ പ്രേക്ഷകരെയും ഞാൻ വെൽക്കം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഞാൻ ചെയ്യുന്നുണ്ട്. അറിയുന്ന എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ ഫോളോ ചെയ്തില്ലല്ലോ. ഓക്കെ, ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞോ? തുമ്പി ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റി ആരാ? യേശുദാസ്. തുമ്പി ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റി ആരാ? യേശുദാസ് തന്നെയാണ്. വലിയ ആരിലുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വലിയ സെലിബ്രിറ്റി ആയതും ഒരു ഷോപ്പൊക്കെ ഇനാഗ്രേഷൻ ചെയ്യാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറിയത് എങ്ങനെയാണെന്ന് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതാ കാണിക്കുന്നില്ലേ, അത് തന്നെയാണ് ഇവർ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ആക്കിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാല്ലേ. നമ്മുടെ മലയാള സിനിമയിലൊക്കെ ആണെങ്കിൽ പോലും എത്രയോ നല്ല നടിമാരുണ്ടല്ലേ, പക്ഷേ അവരെയൊന്നും ആർക്കും വേണ്ട. അവരെയൊന്നും ആരും തന്നെ ഇതുപോലുള്ള ഷോപ്പ് ഇനാഗ്രേഷൻസിന് ഒന്നും തന്നെ വിളിക്കുന്നില്ല. പകരം ഇതുപോലുള്ള കുറേ പുതിയ സോഷ്യൽ മീഡിയ താരങ്ങളെയാണ് വിളിക്കുന്നത്. നമ്മുടെ ഹണി റോസ്, അന്ന രാജൻ, അങ്ങനെ അതുപോലുള്ളവരെയൊക്കെയാണ് ഇതുപോലുള്ള ഷോപ്പ് ഇനാഗ്രേഷൻസിന് വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവരെയൊക്കെ മാത്രമായിട്ട് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ നല്ല റീച്ചും സെലിബ്രിറ്റീസ് അല്ല അതിലും വലിയ സിനിമ താരങ്ങളെക്കാൾ മുന്നിൽ നിൽക്കാൻ പറ്റിയ താരങ്ങളായി മാറും. ഉദാഹരണമാണല്ലോ ഈ പറയുന്ന തുമ്പിയൊക്കെ. എവിടെ കിടന്ന തുമ്പിയാണ്, ഇപ്പം കണ്ടില്ലേ അങ്ങ് മുൻനിരയിൽ എത്തി നിൽക്കുക. അതിനെ വെറുതെ ഒന്നുമല്ല, നല്ല രീതിയിൽ അങ്ങ് കാണിച്ചാണ് അവസാനം ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയായി മാറിയിരിക്കുന്നത്. കൊള്ളാം അല്ലേ. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ, അവരാ ഇനാഗ്രേഷന് വരുന്നു. അവരുടെ ആ ഒരു വസ്ത്രധാരണം എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ കാണിക്കവഞ്ചി അത് അങ്ങോട്ട് കാണിക്കുക, അതാണ് ലവളുടെ മെയിൻ പരിപാടി. അതായത് ഈ തുമ്പി എന്ന് പറയുന്നവൾ മെയിനായിട്ടുള്ള അവളുടെ പരിപാടി അതങ്ങ് കാണിക്കുക. അത് മറച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടി അവക്കില്ല. അവൾക്കത് കാണിച്ചാലേ പറ്റത്തുള്ളൂ. കാരണം അത് കാണിച്ചാലേ റീച്ച് കിട്ടത്തുള്ളൂ, ആൾക്കാരുടെ ലൈക്കും അതുപോലെ തന്നെ ഫോളോവേഴ്സും ഒക്കെ കിട്ടത്തുള്ളൂ. ആൾക്കാർ അതൊക്കെ കണ്ടാൽ മാത്രമേ ഇവളെയൊക്കെ ഫോളോ ചെയ്യത്തുള്ളൂ. അതേസമയം നല്ല രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വസ്ത്രധാരണമൊക്കെ ചെയ്ത് നടക്കുന്നവരെയൊന്നും ആർക്കും വേണ്ട. പകരം ഇതുപോലുള്ള അലവലാദികൾ മതി ആൾക്കാർക്ക്. അതുകൊണ്ടാണല്ലോ ഇവളെ പോലെയുള്ളവരെയൊക്കെ ഈ ഒരു ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. എന്തായാലും കൊള്ളാം, പുച്ഛം തോന്നുവാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇവളെപ്പോലുള്ളവരെയൊക്കെ വിളിച്ച ആ ആളോട്. കഷ്ടം തന്നെ. എത്രയോ നല്ല നടിമാരും നടന്മാരൊക്കെ ഉണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. അല്ലെങ്കിൽ അതല്ലാതെ തന്നെ എത്രയോ നല്ല താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെയൊന്നും ആർക്കും വേണ്ട. പകരം ഇവളെപ്പോലുള്ളവരെ മതി. കാരണം ഇവളെപ്പോലുള്ളവർ വന്നാലേ ആൾ കൂടത്തുള്ളൂ. ഇതൊക്കെ കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് അങ്ങ് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുക. ഇവക്ക് ഉളുപ്പുണ്ടോ? ഇവക്ക് കുറേ പണം കിട്ടും അല്ലേ, ആ പണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചങ്ങോട്ട് നടക്കുന്നത്.
പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഇവക്കൊക്കെ ലൈക്ക് കൊടുക്കാനും ഒക്കെ ആളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എത്ര ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതായത് ഈ കാണിച്ച് നടക്കുന്നവരെ അല്ലെങ്കിൽ സ്വന്തം നഗ്നത കാണിച്ച് പണം ഉണ്ടാക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാരുള്ളത്. ഉദാഹരണമാണല്ലോ രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ലൈവിലൂടെ ശരീര പ്രദർശനം നടത്തി പണം ഉണ്ടാക്കുന്നു. അതിനെതിരെ നമ്മളൊക്കെ എന്തോരം റിയാക്ട് ചെയ്തു. പക്ഷേ അവളെ സപ്പോർട്ട് ചെയ്യാനാണ് ആൾക്കാർ കൂടുതൽ. കാരണം നിനക്കൊക്കെ എന്താ, അവളെ എങ്ങനെയെങ്കിലും കാണിച്ച് ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊക്കെ കാണുന്ന പല പെൺകുട്ടികളും ഇതിലേക്കൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പെൺപിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ നാളെ അവരുമൊക്കെ ഇതുപോലെയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലല്ലോ അല്ലേ? കാരണം നമ്മൾ ഏത് രീതിയിൽ ഇവളുമാരെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്താലും അല്ലെങ്കിൽ പ്രതികരിച്ചാലും കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നിനക്കൊക്കെ എന്താണ് അസൂയല്ലേ, മറ്റതല്ലേ, മറിച്ചതല്ലേ എന്ന്. എന്തിനാണ് അസൂയപ്പെടുന്നത്? നമുക്ക് അവരോട് അസൂയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അതുപോലെ കാണിച്ചു നടന്നാൽ പോരെ. എന്തായാലും കഷ്ടം തന്നെ. ഈ തുമ്പി എന്ന് പറയുന്നവൾ സബ്സ്ക്രിപ്ഷൻ നടത്തുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അവൾക്കും ഉണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സ്. അതായത് ഇങ്ങനെ കാണിച്ച് ജീവിക്കുക. ഇവളുടെ വസ്ത്രധാരണമൊക്കെ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. എന്ത് പ്രായമായിരിക്കുന്ന ഒരു പെങ്കൊച്ചിന്, ഒരു 25 വയസ്സൊക്കെ കാണൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. വീട്ടിൽ ചോദിക്കാനും പറയാനും ഒന്നും മാതാപിതാക്കളൊന്നും ഇല്ലാത്തൊരു പെങ്കൊച്ചാണെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ളൊരു പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ഇമാതിരി ഈ കോലം കെട്ടി നടക്കത്തില്ലല്ലോ. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ഇവളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ ഓരോ പെൺകുട്ടികളെയാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, അപ്പോൾ ഞങ്ങളും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞങ്ങൾക്കും റീച്ച് കിട്ടും, നാളെ ഞങ്ങളുമൊക്കെ സെലിബ്രിറ്റീസായി മാറുമെന്ന് വിചാരിച്ചുകൊണ്ട് കൂടുതൽ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ രംഗത്തേക്ക് ഇതൊക്കെ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരും. പിന്നെ അതിനെതിരെയൊക്കെ നമ്മൾ എത്ര പ്രതികരിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അല്ലേ നിങ്ങൾ പിന്നെ സാമ്പാർ എന്തിട്ടുണ്ടാക്കാം? വെജിറ്റബിൾ അല്ലേ? ഓക്കെ. അല്ല, ഞങ്ങൾ പരിപ്പിടാണ്ട് സാമ്പാർ വയ്ക്കാറുണ്ട്. വെജിറ്റബിൾ മാത്രം ഇട്ടിട്ട് വെക്കും. അതിനെ ഞങ്ങൾ സാമ്പാർ എന്ന് വിളിക്കും. സാമ്പാർ കണ്ടല്ലേ, അവളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നവനുണ്ടല്ലോ, അവനാണ് ഇവളെ ഇതുപോലെ കൊണ്ടുകിടന്ന് ഇമാതിരി കോപ്രായങ്ങളൊക്കെ കാണിപ്പിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ച അവൻ ഭർത്താവാന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇവള് തന്നെ പല മീഡിയക്കാരോടും പറഞ്ഞു, അതെൻ്റെ ഭർത്താവൊന്നുമല്ല, അതെൻ്റെ വകയിലൊരു ആങ്ങളെയാണെന്ന് പറഞ്ഞത്. എന്തായാലും കൊള്ളാം കേട്ടോ. എന്തൊക്കെയോ ഉടായ്പകളുണ്ട്, അറിയില്ല. എന്തായാലും എല്ലാത്തിനും ഇവൻ തന്നെയാണ് കൂടെ നടക്കുന്നത്. ഇനി ഇവൻ ഭർത്താവാണോ, കാമുകനാണോ, ഇനിയിപ്പോൾ ആങ്ങളെയാണോ, മാമായാണോ എന്നൊന്നും അറിയില്ല. എല്ലാത്തിനും ഇവനാണ് കൂടെ കൊണ്ടു നടക്കുന്നതും എല്ലാം. ഇവളെയൊക്കെ ഇത്രത്തോളം ഒരു പ്രശസ്തിയിലേക്ക് എത്തിച്ചതിൽ ഒരു പങ്ക് വഹിക്കുന്നത് മീഡിയക്കാരാണ് കേട്ടോ. കാരണം മീഡിയക്കാർ, ഇവളൊക്കെ എവിടെ എത്തിയാലും മീഡിയക്കാർ അവിടെ ഉണ്ടാകും. അങ്ങനെ കുറച്ചുകൂടെയൊക്കെ ഇവർക്ക് വൈറലാകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് മീഡിയക്കാരാണ്. കണ്ടില്ലേ, മീഡിയക്കാർക്ക് എന്താണ് വേണ്ടത്? അവൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പോയിട്ട് താഴേന്നും മേളിൽ സൈഡിൽ നിന്നും ഒക്കെയുള്ള വീഡിയോസ് അങ്ങ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കഴിക്കുമ്പോൾ പോലും മീഡിയക്കാർ പോയി നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. എന്തിന്? കഴിച്ചിട്ട് കൈ കഴുകാൻ പോയപ്പോൾ പോലും മീഡിയക്കാർ പുറകേ പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ട എന്താ? ഇതുപോലുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ. കാരണം അതൊക്കെ ഇട്ടാലേ അവർക്കും റീച്ചുള്ളൂ. അപ്പോൾ ഇവളെ പോലുള്ളവരെയൊക്കെ പ്രശസ്തിയിലെത്തിക്കുന്നത് ഇതുപോലുള്ള കുറേ മീഡിയക്കാർ കൂടെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അറിയില്ല, ഇനിയിപ്പോൾ ഇവളൊക്കെ നാളെ തുണിയില്ലാതെ വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടാകും. പിന്നെ നമ്മളൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം?